മോഡേൺ പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നിരിക്കുന്നത് എൻ്റെ ഒരു പ്രിയ സുഹൃത്തായിട്ടുള്ള റിനു ആണ്. റിനുയുടെ സ്ഥാപനത്തിൻ്റെ പേര് നിർവാണ ലൈഫ് പാത്ത് എന്നാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 വർഷമായി അല്ലേ? 3 വർഷത്തിന് മുന്നേ ഞാൻ റിനുവിൻ്റെ സ്ഥാപനത്തിൽ വന്നു. എൻ്റെ എന്താ പറയുക, തമ്പ് ഇംപ്രഷൻസൊക്കെ എടുത്തു. എനിക്ക് വലിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ലിസ്റ്റ് തന്നിട്ട് പറഞ്ഞു, ഇബാദക്ക നിങ്ങളുടെ കരിയർ ഇതാണ്, നിങ്ങളിതിലേക്കാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ റിനു പറഞ്ഞു തന്നു. പക്ഷെ അത് എന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നതിനൊരു സൊല്യൂഷനായി. പക്ഷെ ആ വീഡിയോ എടുത്താൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തു, ജാതകമാണോ മറ്റേതാണോ അല്ലേ? നിങ്ങൾ കണ്ടില്ലേ? ഒരുപാട് പേര് അല്ലേ? അത് സത്യം പറഞ്ഞാൽ അത് ജാതക പരിപാടിയൊന്നും അല്ല, ഓൾറെഡി ഉള്ളൊരു ടെക്നോളജിയാണ് ബ്രെയിൻ മാപ്പിംഗ് എന്നാണ് പറയുന്നത്. ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോൾ കുറേ ആൾക്കാർക്ക് എൻ്റെ അടുത്ത് സമാധാനമാകുകയും അപ്പം നമ്മുടെ അതിനുശേഷം നമ്മുടെ പോഡ്കാസ്റ്റിൽ റിന്യൂ വരികയുണ്ടായി. അന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പം അതിനുശേഷം പിന്നെ നമ്മുടെ സംശയങ്ങൾ നീങ്ങുന്നില്ലല്ലോ, ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വരികയാണ്. അപ്പം നമ്മളിന്ന് എന്തായാലും ഇതിനെക്കുറിച്ച് നമ്മുടെ ആൾക്കുണ്ടായ സംശയങ്ങളെ മാറ്റം വരുത്തുക എന്നുള്ള നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ഉദ്ദേശം. അപ്പം സത്യത്തിൽ എന്താണ് ആക്ച്വലി ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റാണ്. നമ്മളുടെ SWOT അനാലിസിസ് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, നമ്മുടെ ത്രെറ്റ്, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്. നമുക്കറിയാലോ, ഓരോ വ്യക്തിയുടെയും ബ്രെയിൻ വ്യത്യസ്തമാണ് അല്ലേ? ഓരോരുത്തരുടെ പൊട്ടൻഷ്യൽസും വ്യത്യസ്തമായിരിക്കും. എല്ലാ കഴിവുള്ള മനുഷ്യന്മാരും അപൂർവങ്ങളായിട്ട് ഉണ്ടാവാം. പക്ഷെ നമുക്ക് ഇപ്പൊ ചിലർക്ക് പടം വരയ്ക്കാനായിരിക്കും, ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് നല്ല രീതിയിൽ ചില കാര്യങ്ങൾ പഠിച്ചെടുക്കാനോ അപ്ലൈ ചെയ്യാനായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ കഴിവുകളും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളും ഉണ്ട്. ചിലർ പെട്ടെന്ന് ദേഷ്യം വരുന്ന മനുഷ്യരാ, ചിലർ സങ്കടത്തിലായിരിക്കും, ചിലർ ഇമോഷൻസ് സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും പുറത്ത് കാണിക്കാതിരിക്കുന്ന മനുഷ്യരുണ്ട് അല്ലേ? അപ്പോൾ ഒരാളുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു രൂപമാണ് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ബ്രെയിൻ മാപ്പിംഗ് ആക്ച്വലി. അല്ല, ഇത് പറയുമ്പോഴേ എനിക്കൊരു എക്സ്പീരിയൻസ് പറയാനുള്ളത്, അന്ന് ഞാൻ ആദ്യം ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ റിനുവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ നിങ്ങൾ ആ ടെസ്റ്റിൽ കറക്റ്റായിട്ട് എനിക്കൊരു വലിയൊരു PDF തരികയുണ്ടായി. എന്നിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞു, ഇബാദക്കാക്ക് കലാപരമായിട്ട് ഒരു സാധനങ്ങൾ ഒക്കെ ചെയ്യാനാണ് താല്പര്യം, അതിൻ്റെ കൂടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ഇബാദക്ക് കമ്മ്യൂണിക്കേഷൻ പവർ വളരെ കൂടുതലാണ്. ഇന്റർപേഴ്സണൽ സ്കിൽസ് വളരെ കൂടുതലുള്ള വ്യക്തിയാണ്. മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാനും റാപ്പോ ബിൽഡ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് നിങ്ങളുടെ ആ ടെസ്റ്റിൽ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. ഇപ്പൊ ബ്രെയിൻ മാപ്പിങ്ങിനെ കുറിച്ചാണല്ലോ റിനു പറഞ്ഞ. ഞാൻ അന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും എന്നോട് പലരും ചോദിച്ചൊരു കാര്യമാണ്, ഒരു പുതിയൊരു പ്രസ്ഥാനമായിട്ട് വന്നിരിക്കുന്നു, പുതിയൊരു ജാതക പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് പലരും എന്നെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. പക്ഷെ ആക്ച്വലി സയന്റിഫിക്കലി എന്താ ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തെളിവ് എന്താണ് ആക്ച്വലി? ഇതിപ്പോ റിനു എന്ന് പറയുന്ന ഞാനോ നിർവാണ ലൈഫ് പാത്തോ ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടുള്ളതല്ല. ഒരു ഡോക്ടർ ഹരോൾഡ് ക്യൂമിൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും ഒരുപാട് ഇപ്പൊ നമ്മളെ അടുത്ത് തന്നെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള എത്രയോ പേര് വന്നിട്ട് എടുക്കുന്നു. അപ്പൊ അവർക്ക് ബോധമില്ലാണ്ടല്ലോ. അപ്പൊ ഡോക്ടേഴ്സ് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, ഈവൻ അവർക്ക് വേണ്ടിയിട്ട് തന്നെ അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കുറച്ചും കൂടി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈവൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എടുത്തിട്ടുണ്ട്, പോലീസ് ഓഫീസേഴ്സ് എടുത്തിട്ടുണ്ട്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ തന്നെയാണ് എല്ലാവരും വന്ന് എടുക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ എത്ര ആളുകളിലേക്ക് പറഞ്ഞു കൊടുത്താൽ പോലും ആളുകൾക്ക് പിന്നെ ബാക്ക് ടു ബാക്ക് സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന് അവർക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുകയും ചെയ്യും. റിനുവിൻ്റെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കണമെങ്കിൽ, ഇപ്പം നിങ്ങൾ അതിനോട് പറഞ്ഞു നിർവാണ ലൈഫ് പാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ, നിങ്ങളുടെ സ്ഥാപനം, നിങ്ങളുടെ ആ ഓർഗനൈസേഷൻ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇപ്പോൾ ചെയ്യുന്നത്? നമ്മൾ നിർവാണ ലൈഫ് പാത്ത് ഒരു മെന്റൽ വെൽനസ് ഹബ്ബാണ് ആക്ച്വലി. നമ്മൾ മെന്റൽ ഹെൽത്ത് എന്ന് എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലേ? സോ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്. ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എത്രത്തോളം ഹാപ്പി ആയിട്ടും പീസ്ഫുൾ ആയിട്ടും ഈ എക്സിസ്റ്റൻസ്, നമ്മുടെ ജീവിതം, ഈ ഒരു എക്സിസ്റ്റൻസിനെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ്. അപ്പൊ അതിന് പ്രധാനമായിട്ടുള്ള മേഖല എന്താണ്? നമ്മുടെ മാനസികാരോഗ്യം നന്നായിരിക്കണം. അപ്പൊ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള തെറാപ്പീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും നന്നായിട്ടിരിക്കണം. അപ്പൊ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ട ന്യൂട്രീഷണൽ ഗൈഡ് ലൈൻസ് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. മൂന്നാമത് നമ്മുടെ റിലേഷൻഷിപ്സ് നന്നായിരിക്കണം. അപ്പൊ നമ്മൾ എത്രയ്ക്ക് ഇതായാലും നമ്മളിപ്പോൾ ഹസ്ബൻഡ് വൈഫായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലതല്ല, അല്ലെങ്കിൽ ഒരു ഫാദറും കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ലതല്ല, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ആയിട്ടുള്ള
ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഒരു പീസിനൊരു കുറവുണ്ടാവും അല്ലേ? അപ്പൊ അതിനെ എങ്ങനെയാ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നേരിടാം എന്നുള്ള റിലേഷൻഷിപ്പ് തെറാപ്പീസ് കൊടുക്കുന്നുണ്ട്. നാലാമത് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കുന്നത് എന്തിനാ? നമ്മുടെ കരിയറിനാണ് അല്ലേ? നമ്മളൊരു ലൈഫിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കുന്നത് നമുക്ക് ലൈഫ് ബിൽഡ് ചെയ്യാനുള്ള നമ്മുടെ കരിയറിലാണ്. അപ്പൊ കരിയർ നമ്മൾ ഒരു മണി ബേസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഹാപ്പിനെസ് ഉണ്ടാവില്ല. മണി പ്ലസ് നമ്മുടെ പാഷനും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റണം. ഏറ്റവും കൂടുതൽ സമയം അതിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഫുൾ എനർജി ഫ്രം ദ മൈൻഡ് നമുക്ക് അതിൽ സറണ്ടർ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ പാഷനും കൂടെ അതിൽ, അല്ലെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യലും കൂടെ അതിൽ ഇൻവോൾവ് ആയിരിക്കണം. അപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിലേക്കൊരു ഗൈഡ് ലൈൻ ആണ് കൊടുക്കുന്നത്. അഞ്ചാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഒരു മൊറാലിറ്റി സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പിരിച്വൽ സൈഡിലേക്ക് നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു അവയർനെസ് വേണം, അലൈൻഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പും കൂടിയാണ് കൊടുക്കുന്നത്. ഈ 5 കാര്യങ്ങളാണ് നമ്മളവിടെ ചെയ്യുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ കരിയർ സെലക്ഷൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നിർവാണ ലൈഫ് പാത്ത് ഇത്രയും നാളത്തെ ജേർണിയിൽ ഒരുപാട് ആളുകളായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ഭാഗമാണ് മാനസികാരോഗ്യം, മെൻ്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. റിനുവിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് മാനസികാരോഗ്യം? അതെപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ മാനസികാരോഗ്യം തകരുന്നതും? മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ക്വാളിറ്റി ഓഫ് ലൈഫാണ്. ഒരിക്കലും മെന്റൽ ഹെൽത്ത് നല്ലതെന്നുള്ളതിന്റെ അർത്ഥം ഒരാൾക്ക് ദേഷ്യം വരില്ലാന്നോ, സങ്കടം വരില്ലാന്നോ, അല്ലെങ്കിൽ ഡിപ്രസീവ് ആവില്ലാന്നോ ഒന്നുമല്ല. നമുക്കിതൊക്കെ വരും, പക്ഷെ അതെല്ലാം ഒരളവിൽ കൂടുതൽ പോവില്ല. അതിനെയൊക്കെ തരണം ചെയ്ത് നമുക്ക് ചലഞ്ചസ് ലൈഫിൽ വരും, ഘട്ടങ്ങൾ വരും, പ്രോബ്ലംസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരും. ഇതിനെ നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എത്ര ഇമ്മീഡിയറ്റ്ലി നമ്മൾ അതിനെ മാറ്റി വെച്ച് പോസിറ്റീവായി ചലഞ്ചായിട്ട് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു, അത്ര ഹെൽത്തിയാണ് ഒരാളുടെ മൈൻഡ്. ഓക്കെ, അപ്പൊ എങ്ങനെ തകരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യർ ഓരോ സിറ്റുവേഷനും ഓരോ മീനിങ് കൊടുക്കും. അതെ. ഫോർ എക്സാമ്പിൾ, സ്റ്റേജിൽ കയറി ഒരാൾ പാട്ടും പാടി കളിയാക്കിയാല് അവൻ ജീവിതകാലം മുഴുവൻ സ്റ്റേജിൽ കയറില്ല. കാരണം എനിക്ക് നാണക്കേട് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇമേജ് ഫുൾ തകർന്നു. അത് നമ്മൾ കൊടുക്കുന്ന ഒരു മീനിങ് ആണ്. അല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം, ഒരു ബിസിനസ്, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തകർന്നു പോയിന്ന് വെച്ചോ, തകർന്നു പോയി ഈ സൊസൈറ്റി ഫുൾ എന്നെ കളിയാക്കും, പിന്നെ എനിക്കൊരു വിലയില്ല എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുകയാണ്. ഓക്കെ, അവിടെ നമുക്കത് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വേറെ ജോലി കണ്ടുപിടിച്ച് ലൈഫ് സക്സസ്ഫുൾ ആക്കണം, അടുത്ത വഴിയിലൂടെ പോവാന്നുള്ളതാണ്. ചലഞ്ചസ് ഉണ്ടാവും, ഓപ്ഷൻസ് എടുക്കുക, മുന്നോട്ട് പോവാന്നുള്ളതാണ് ലൈഫ്. ഇല്ല, ഇവിടെ എൻ്റെ ലൈഫ് നിന്നു എന്നൊരു മീനിങ് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അവിടെ പ്രശ്നമായി. സോ നമ്മൾ എപ്പോഴും ഓരോ സിറ്റുവേഷൻ ഒരു മീനിങ് കൊടുക്കും. ആ മീനിങ്ങിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യാനും റിയാക്ട് ചെയ്യാനും തുടങ്ങുമ്പോഴാണ് മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും ലൈഫാണെങ്കിലും പല വേണ്ടാത്ത രീതിയിൽ പോകുന്നത്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഇൻസിഡൻസ് പറയാട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്കറിയാവുന്നൊരു സുഹൃത്ത്, ആള് ചെറുപ്പത്തിൽ ആളെ വീട്ടുകാരൊക്കെ ഇങ്ങനെ കളിയാക്കി ആളൊരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെ കടന്നുപോയി. പക്ഷെ ആൾ എന്തൊക്കെയോ സ്ട്രെങ്ത് കൊണ്ട് ആളുടെ കരിയർ ഡെവലപ്പ് ചെയ്ത് വിദ്യാഭ്യാസമൊക്കെ നല്ല രൂപത്തിൽ പോയി. പക്ഷെ ഇയാളുടെ മനസ്സിലും ഇപ്പോഴും ആ ഒരു ഇത് കിടക്കുകയാണ്, എന്നെ കളിയാക്കിയതാണ്, ഞാൻ അങ്ങനെ കളിയാക്കപ്പെട്ടവനാണ് എന്നുള്ള ഒരു ഫീലിംഗ് കിടക്കുകയാണ്. സപ്പോസ് അങ്ങനത്തെ ഒരാളെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അവരെ നമുക്ക് റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും റിപ്പയർ ചെയ്യാൻ ആണല്ലേ? എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ? അവരുടെ ഉള്ളിൽ അവരുടെ ഇമേജ് എന്ന് പറയുന്നത് വളരെ ഈ കളിയാക്കിയ ഇമേജസ് ആണ് അവരുടെ ഉള്ളിൽ. ശരിക്കും അതൊന്നും ആയിരിക്കില്ല. നമ്മൾ പറയില്ലേ, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കൂടെ നമുക്കൊരു ഇമേജ് തരികയാണ്, ആ ഇമേജ് എടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിനപ്പുറത്തേക്കാണ് അയാളുടെ ഒരു പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ അയാൾ എന്ന് പറയുന്ന യാഥാർത്ഥ്യം വളരെ വ്യത്യാസമായിരിക്കും. അതിന്റെ ആ റിയാലിറ്റി കാണിച്ചു കൊടുത്താൽ മതി. അയാൾ എന്താണെന്നുള്ള റിയാലിറ്റി അയാൾ ഇപ്പോഴും ഇല്ല. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞ റിയാലിറ്റിയിലാണ് പുള്ളി ഇരിക്കുന്നത്. അതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ശരിയാവും. അതുപോലത്തെ വേറൊരു പെർസെപ്ഷൻ എൻ്റെ അടുത്ത് വന്ന ഒരു കുട്ടിയുടെ കഥയാണ്. പുള്ളിക്കാരി MBBS പഠിക്കുകയാണ്. അപ്പൊ കുറെ തവണ പേപ്പേഴ്സ് എഴുതി, പേപ്പേഴ്സ് കിട്ടുന്നില്ല. അപ്പോ പിന്നെയും പേപ്പേഴ്സ് എഴുതും, പേപ്പേഴ്സ് പോകും, ജയിക്കുന്നില്ല പരീക്ഷകള്. അപ്പൊ അവസാനം എൻ്റെ അടുത്ത് വന്നപ്പോ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, മാം ഞാനേ 1995 ജനിച്ചത്. 1995 സെപ്റ്റംബർ 7 ജനിച്ചത്. അത് ഇന്ന സമയത്താണ് ജനിച്ചേ. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു
ജാതകത്തിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ജാതകത്തിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ സമയത്തിന് കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ പേപ്പേഴ്സ് ഒന്നും കിട്ടാതെ. ഞാൻ പറഞ്ഞു വളരെ കറക്റ്റാണോ പറഞ്ഞേ. കാരണം എന്താ വെച്ചാല് ആ സെപ്റ്റംബർ എന്നുള്ളത് ജാനുവരി 7 ആയിരുന്നെങ്കിൽ നിങ്ങൾ സെറ്റായി പോയനെ. ഞാൻ പറഞ്ഞു. പുള്ളിക്കാരി ഒരു സെക്കൻഡ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്നോട്, എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് സൈലന്റ് ആയിട്ട് ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു, അല്ല അത് അങ്ങനെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ എന്തായിരിക്കും, പിന്നെ ജനിച്ച സാഹചര്യത്തിന്റെയോ ഫാദറിന്റെ അമ്മയുടെയോ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? അല്ല അതല്ല. ഞാൻ പിന്നെന്താ? കുറച്ച് കഴിഞ്ഞപ്പോ ആലോചിച്ചിട്ട് ഞാൻ തന്നെയാണ്. Here you go, take your responsibility. അതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ കുട്ടിയുടെ മനസ്സിൽ എവിടെയോ ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് കിടന്നുകൊണ്ട് ആ സാധനമാണ് ഇങ്ങനെ കിടന്ന് കളിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. ശരിക്കും ഭാരതത്തില്, നമ്മുടെ ഇന്ത്യയില് പറയുന്ന പണ്ടത്തെ ആൾക്കാർ പറയുന്ന, ഋഷികളും അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നത് മനസ്സ് തന്നെയാണ് വില്ലൻ. മനസ്സ് തന്നെയാണ് ശക്തി, മനസ്സ് തന്നെയാണ് അസുഖം, മനസ്സ് തന്നെ ഒരു അസുഖമാണെന്ന് പറയും. നമ്മളെ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം മനസ്സും, എന്നാൽ നമ്മളെ പിന്നോട്ട് പിന്തിരിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു അവയവം മനസ്സ് തന്നെയാണ്. ഇപ്പം നമ്മളുണ്ടല്ലോ, ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ജീവിക്കുന്നതിലൊക്കെ നമ്മളെയൊക്കെ ആണെങ്കിൽ തന്ത വൈബ് എന്നൊക്കെ വിളിക്കാം. ഞങ്ങൾ വിളിക്കാൻ പറ്റുമെന്ന് അറിയാം, തന്ത ഒരു കുറച്ചൊരു മോഡൽ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻസ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ജനറേഷൻസ് ആയിട്ടുള്ള കുട്ടികൾ ഒരിക്കലും അവർക്ക് ഈ പരാജയങ്ങളെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലൂടെയില്ല അവിടെ കടന്നു പോകണം. പലപ്പോഴും ഒരു ഡിപ്രഷനിലേക്ക് പോകാം, മേ ബി സൂയിസൈഡിലേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ഏത് റൂട്ടിലേക്കാണ് കടത്തി വരേണ്ടത്? റിനുവിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ആക്ച്വലി ഇപ്പൊ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടല്ലേ, സൂയിസൈഡൽ റേറ്റിംഗ് തന്നെ കുട്ടികളുടെ ഇടയിൽ കൂടിയിരിക്കുകയാണ്. ഇപ്പൊ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പാരന്റിങ് ആണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓവർ പ്രൊട്ടക്റ്റീവ് ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അവര് ഇമോഷണലി ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിലാണ്. അപ്പൊ ഇമോഷൻസ് തിരിച്ചറിയാനും അതിനെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള ഒരു സാഹചര്യം ഒന്നും കിട്ടുന്നില്ല. പണ്ടൊക്കെ നമുക്കത് ഉണ്ടായിരുന്നു, ഇപ്പം നമുക്കത് കിട്ടുന്നില്ല. കാരണം നമുക്ക് കിട്ടാത്തതെല്ലാം നമ്മുടെ കുട്ടിക്ക് കിട്ടണം എന്നുള്ള ആ ഒരു അത്രയും പ്രൊട്ടക്റ്റീവ് റേഷ്യോയിലാണ് ഇപ്പോൾ പാരൻസ് നോക്കുന്നത്. എൻ്റെ മോന് കിട്ടട്ടെ. അപ്പം നമ്മൾ എപ്പോഴും പറയും, നമ്മളുടെ ജാക്വസ് ലെക്കൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു തീസസ് ഉണ്ട്, ടോയ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ടോയിൽ പറയുന്നത് എന്താ വെച്ചാൽ, മനുഷ്യന്റെ കുട്ടിയെ കാണുന്നത് അവന്റെ ടോയ് രൂപമായിട്ടാണ്. നമ്മുടെ മനസ്സങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ടോയ് രൂപമാണ് അവൻ. അപ്പൊ എനിക്ക് ലൈഫിൽ എന്തൊക്കെ കിട്ടാതെ പോയി, എങ്ങനെയൊക്കെ ഇല്ലാണ്ടായി, അതെല്ലാം അവനിൽ കണ്ടിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുകയാണ്. നമ്മുടെ അടുത്ത് തന്നെ പറഞ്ഞ എത്രയോ പേരുണ്ടെന്ന് അറിയോ, ഞാൻ CA ആണ്, ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ആണ്, പക്ഷെ എനിക്ക് ഇവൻ IAS ആക്കണം. അപ്പൊ എനിക്ക് സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിൽ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ, പക്ഷെ എനിക്ക് ഇവനെ ഇതിലും മുകളിലേക്ക് കൊണ്ടുപോയി കാണണം. സോ അദ്ദേഹത്തിന്റെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. സോ ഈ ഒരു പാരന്റിങ് സ്റ്റൈൽ തന്നെയാണ് കുട്ടികളെ അൺകംഫർട്ടബിൾ ആക്കുന്നത്, ഇമോഷണലി ഡീൽ ചെയ്യാൻ പറ്റാതെ വരുത്തുന്നതും ഒക്കെ തന്നെയാണ്. നമ്മൾ ബാക്ക് ടു ഈ ബ്രെയിൻ മാപ്പിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു കുട്ടിയുടെ ഒരു ബ്രെയിൻ മാപ്പിംഗ് പ്രൊസീജിയർ ഏത് ഏജിലാണ് ചെയ്യേണ്ടത്? നമുക്കൊരു കുട്ടിക്ക് ഒരു 4-5 വയസ്സ് മുതൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് എത്ര ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾക്കും ചെയ്യാം. നമ്മുടെ അടുത്ത് കുട്ടികൾ മാത്രമല്ല, മെയിൻ ആയിട്ട് അഡൽട്സും വരാറുണ്ട്. ഇപ്പോൾ ഒരു പ്രൊഫഷനിലേക്ക് പോയിട്ട്, ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷൻ എടുത്തിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ടുണ്ട്, പക്ഷെ അവർക്ക് ശരിക്കും മെഡിക്കൽ പ്രൊഫഷൻ താല്പര്യമില്ല. അപ്പൊ ഇനി എന്തിലേക്ക് തിരിയാൻ പറ്റും? ഞാനത് പാരന്റ്സിന്റെ അണ്ടർ കമ്പൽഷനിൽ ചെയ്തു, ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്കിത് വേണ്ട, എനിക്ക് വേറെ എന്തെങ്കിലും ജോലിയാണ് വേണ്ടത്, പക്ഷെ ഇനി എന്തിലേക്ക് പോകണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളവർ വരാറുണ്ട്. ഈവൻ ലേഡീസ് ഉണ്ടല്ലോ, വർക്കിംഗ് അല്ലാതെ ഹൗസ് വൈഫ്സ് ആയിട്ട് ഇരിക്കുന്നവര്, എനിക്ക് ഇപ്പൊ കുട്ടിക്ക് ഒരുവിധമായി, എനിക്ക് ഇനി എന്തെങ്കിലും ചെയ്യണം, എന്റെ സ്കിൽസ് ഒന്ന് പ്രൂവ് ചെയ്യണം, പക്ഷെ എന്താ ചെയ്യേണ്ടത് അറിയില്ല, അങ്ങനെയുള്ളവർ വരാറുണ്ട്. നമ്മുടെ പ്രായത്തിലുള്ള അഡൽട്സ് കരിയർ സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് വരാറുണ്ട്. പിന്നെ കുട്ടികളും 8th ഒക്കെ ഉള്ള കുട്ടികൾ, മെയിനായിട്ട് 8th to 12th ഉള്ള കുട്ടികൾ മെയിനായിട്ട് കരിയർ സെലക്ട് ചെയ്യാൻ വരാറുണ്ട്. ഈവൻ 4 വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ ബ്രെയിൻ മാപ്പിംഗ് ചെയ്യുന്നതിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു കുട്ടിയുടെ ഒരു ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നു,
അവനിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള അവൻ്റെ ബോൺ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്നിട്ട് അവൻ്റെ ഇഷ്ടത്തിന് ഒരു കരിയർ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഇത് സഹായകരമാവുന്നതാണ് തോന്നുന്നു. ഒരു റെഫറൻസ് ടെസ്റ്റ് മാത്രം, ഒരു റെഫറൻസ് മെത്തേഡായിട്ട് ഇതിന് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതൊരു കംപ്ലീറ്റ് ആയിട്ട് ഭാവിയിൽ എന്താകും അങ്ങനെ പറയുന്ന ഒരു സംഭവമേ അല്ല. നമ്മുടെ ഒരു കുട്ടിയുടെ SWOT അനാലിസിസ്, സ്ട്രെങ്ത് വീക്ക്നെസ് ഒക്കെ എന്താണെന്ന് തിരിച്ചറിയാനും അതനുസരിച്ചിട്ടുള്ള കരിയറിൽ ഓപ്റ്റ് ചെയ്യാനും ഉള്ള ഒരു മെത്തേഡാണ്. ബ്രെയിൻ മാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ പോട്ടെ, അല്ലെങ്കിൽ പാട്ട് പാടാൻ പോട്ടെ, അല്ലെങ്കിൽ സ്പോർട്സിൽ തന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോട്ടെ എന്നല്ല പറയണത്. ഈ അഭിരുചികളിലൂടെ ആൾക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ മേ ബി അവൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് വരാം എന്നുള്ള കാര്യമായിരിക്കും. തീർച്ചയായിട്ടും, അതെ, തീർച്ചയായിട്ടും. നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇതിനകത്ത് ലേണിംഗ് സ്റ്റൈൽസ് തിരിച്ചറിയാൻ പറ്റും. അതായത് നമ്മൾ കേട്ടിട്ടില്ലേ, കണ്ടും കേട്ടും കൊണ്ടുമാണ് ഒരു മനുഷ്യൻ പഠിക്കുക, അല്ലെ? അപ്പൊ ചിലർ കുട്ടികളെ നമ്മൾ ഇരുത്തി എഴുതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തലയിൽ കയറണമെന്നില്ല. പക്ഷെ അതേ സമയത്ത് ഓഡിറ്റർലി നമ്മൾ ആ ഒരു പ്രൊനൗൺസിയേഷൻ വെച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഒരു സ്റ്റോറി വഴി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറും. കാരണം അവന് ഓഡിറ്ററി ആണ് ഹൈ നിൽക്കുന്നത്, അവന്റെ ടെമ്പോറൽ ലോബ്, ഓഡിറ്ററിയുടെ ലോബാണ് ഏറ്റവും ഹൈ നിൽക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. ഇപ്പൊ എനിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്ക വായിച്ചിട്ട് വേണം പല കാര്യങ്ങളും. പഠിച്ചിരുന്ന സമയത്ത് ഉറക്ക വായിക്കണമായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നാലും ഞാൻ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. പക്ഷെ മൈൻഡ് റീഡിങ് എനിക്ക് പറ്റില്ല. എനിക്ക് വിഷ്വലാണ്. ഞാനൊന്ന് പറഞ്ഞു, എനിക്ക് വായിച്ചാലൊന്നും എനിക്ക് മനസ്സിലായൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാലാണ് എൻ്റെ മനസ്സിലേക്ക് ആ സാധനം വരികയും അതിൽ നിന്നാണ് ഞാൻ ഓരോ ഐഡിയാസും ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അന്ന് റിനുവിന്റെ അടുത്ത് ഈ ഒരു സാധനം ചെയ്തപ്പോൾ റിനു പറയുകയും ചെയ്തില്ല, ഇപ്പൊ അതൊക്കെ എന്താ വിഷ്വലി ആണെന്നോ, അങ്ങനെ അങ്ങനത്തെ ഒരു സാധനമാണെന്നാണ് പറഞ്ഞത്. അതല്ലാതെ ഫോട്ടോസ് കണ്ടാൽ ബാധക്കാക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്നല്ല പറഞ്ഞത്. പക്ഷെ അതിന് കാണേണ്ടത് വിഷ്വൽ ആണെന്നുള്ളതാണ് റിനുവിനോട് പറഞ്ഞത്. ഇതിനകത്ത് വേറൊരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസീസ് നമ്മുടെ ആളുകൾക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി എന്ന ഒരുപാട് അസുഖത്തിലൂടെയൊക്കെ ആൾക്കാർ കടന്നു പോകുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, അവർക്ക് എവിടെയെങ്കിലും ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഫാമിലി സൈഡ്, വേറൊരു സൈഡ്. അങ്ങനെയുള്ള ആളാണ് നമ്മുടെ ഈ ബ്രെയിൻ മാപ്പിംഗ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് നമുക്ക് സഹായിക്കാനായിട്ട് പറ്റുക? തീർച്ചയായിട്ടും പറ്റും. അതായത് നമുക്ക് ഒരുപാട് നീഡുകൾ പ്രൈമറിലി കിടക്കുന്നുണ്ട് മനുഷ്യന്. അതിൽ നീഡ് ഫോർ അക്സെപ്റ്റൻസ് ഉണ്ട്, നീഡ് ഫോർ കോൺട്രിബ്യൂഷൻ ഉണ്ട്, നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്നൊരു സംഭവം കിടപ്പുണ്ട്. അപ്പൊ ഈ നീഡ് ഫോർ അച്ചീവ്മെന്റ് നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ സ്കില്ലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. ഒരു സന്തോഷം മനസ്സിലായി. ഇപ്പൊ ഞാൻ പറയാം, എൻ്റെ അടുത്ത് ഒരു ഡിപ്രഷനുള്ള ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു. ലേഡിയുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, പുള്ളിക്കാരി ഒരു 45-46 ഇയേഴ്സ് വരെ മോൾക്ക് വേണ്ടിയാ ജീവിച്ചേ. അപ്പൊ ഈ ഒരു മോൾ എന്നൊരു ലോകത്തിനെ ചുറ്റിയാണ് അവരുടെ ലൈഫ് ഉണ്ടായിരുന്നത്. അപ്പൊ മോൾക്ക് വേണ്ടി രാവിലെ എണീക്കുന്നു, മോളുടെ സ്കൂളിലെ കാര്യങ്ങൾ നോക്കുന്നു, ലഞ്ച് നോക്കുന്നു, വൈകുന്നേരം വരുമ്പോഴത്തേക്കും അവള് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അവളെ പഠിപ്പിക്കുന്നു, അവളെ കെയർ ചെയ്യുന്നു. ഇതായിരുന്നു. കുട്ടി ഒരു IIT എൻട്രൻസ് എഴുതി കുട്ടി പോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ശൂന്യതയാണ്. നീ എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് അറിയുന്നില്ല. ഇവര് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഒരു കുട്ടിയും കൂടെ ആവായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കുട്ടി അടുത്ത കുട്ടിയും ഇതുപോലെ പോവില്ലേ, വലുതായി കഴിഞ്ഞ് പോവില്ലായിരുന്നോ? അത് പക്ഷെ അവർ തലേ കയറുന്നേ ഇല്ല. അവർക്ക് പിന്നെയും ഒരു കുട്ടിയും കൂടെ ആവായിരുന്നു, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി. ഇത് തന്നെ അവർ പറയുന്നത്. അത്ര ഒരു ക്രോണിക് ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് പോയി അവരെ ആ ഒരു വിരസത. അപ്പൊ ഞാൻ ഇവരെ സ്കിൽസ് നോക്കി. അവർ കുക്കിംഗ് വളരെ ടാലന്റഡ് ആണ്, ഡാൻസും ടാലന്റഡ് ആണ്. അപ്പൊ ഞാൻ ഇവരുടെ സ്പെസിഫിക്കലി വരില്ല, പക്ഷെ സൈക്കോമോട്ടർ സ്കിൽസ് അല്ലാതെയുള്ള നമുക്കുള്ള മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു കേക്ക് ബേക്കിംഗ് ഒന്ന് ട്രൈ ചെയ്യേ, ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. സൊല്യൂഷൻ ആയിട്ട്. ആൻഡ് ഷീ ഓൾസോ സജസ്റ്റഡ്. എനിക്ക് കേക്ക് ബേക്കിംഗ് ഒക്കെ ഇച്ചിരി ഇഷ്ടമായിരുന്നു, മോൾക്ക് വേണ്ടി ഉണ്ടാക്കുമായിരുന്നു, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒരു ബർത്ത്ഡേക്കൊക്കെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ആള് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം ആ ഒരു സംഭവം ഉണ്ടാക്കി ഒരു കോംപ്ലിമെന്റ് അവർ ചെയ്ത ആ ഒരു ഇതിന് കിട്ടുമ്പോ അവർക്ക് ആ ഒരു നീഡ് ഫോർ അച്ചീവ്മെന്റും കിട്ടി. ആൾക്കാർ അവരുടെ കഴിവിനെ അക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. അതിലാള് മാറി.
ആള് മാറി. ആളുടെ ലൈഫിനെ കറക്റ്റ് ആയിട്ട് രൂപത്തിൽ ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റേ ഡിപ്രഷനിൽ ആൾ ഇങ്ങനെ പോകും. ഉറപ്പായിട്ടും ആ ഫോക്കസ് കംപ്ലീറ്റ് അവിടെ നിന്ന് ഷിഫ്റ്റ് ആയി, ആളുടെ സെൽഫ് ലവിലേക്ക് സ്റ്റാർട്ട് ആവാൻ തുടങ്ങി. ഫാമിലി ഇൻവോൾവ്മെന്റ് ബേസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാനും എൻ്റെ വൈഫ് സഫ്ന രണ്ട് കഥാപാത്രങ്ങളാണ്, രണ്ട് ക്യാരക്ടറാണ്, രണ്ടും വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് എന്തെങ്കിലും ഒരു അസോസിയേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ബിസിനസ്സോ എന്തെങ്കിലും സംതിങ് ചെയ്യണം നമുക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എവിടെയോ ഒരു സ്റ്റക്ക് അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരുടെയും ആ ഒരു യുണീക്നെസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാത്ത കൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ വരണത്, അല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന അല്ലെങ്കിൽ പോഡ്കാസ്റ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലീസ് ഒരുമിച്ചൊരു എന്താ പറയുക ബ്രെയിൻ മാപ്പിങ്ങിന് വരികയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ അത് യൂസ്ഫുൾ ആവും? അങ്ങനെ ഒരുമിച്ച് ഒരു സ്റ്റാർട്ടപ്പ് വേണം എന്നുള്ളവർക്ക്, അല്ലെങ്കിൽ ഇവർ ഫാമിലി ലൈഫിലാണെങ്കിലും അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിൻ്റെ അകത്തുള്ള സിമിലർ ആൻഡ് ഓപ്പോസിറ്റ് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇബാദക്കയുടെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ച പേഴ്സണാലിറ്റിയിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം എന്നുള്ളൊരു വ്യക്തിയാണ്. 1, 2, 3 ആക്ഷൻ ആണ്. അത് ഡോമിനന്റ് പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ളവർക്ക് ഉള്ളതാ. ഇപ്പൊ ഞാനും ഡോമിനന്റ് ട്രേറ്റ് ആണ്. അപ്പൊ ഡോമിനന്റ് എന്ന് വെച്ചാൽ ഒരാളെ ഭരിക്കലല്ല ഒരിക്കലും. നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം. അപ്പൊ അതിനുള്ളൊരു ക്ഷമ ഉണ്ടാവാതിരിക്കലാണ് അതിന്റെ വീക്ക്നെസ് സൈഡ്. എനിക്കില്ല. അതെ, അപ്പൊ നമുക്ക് ക്ഷമയില്ല, വെപ്രാളാണ്. അപ്പൊ ഞാൻ അതിൽ എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് പുള്ളിക്കാരിക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്കിനും ഭയങ്കര തിരക്കാണ്, ഒരു ക്ലിനിക്കാണ്, ഭയങ്കര തിരക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, വേറെ ഡോക്ടേഴ്സ് ഇല്ലേ? കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ അത്രയും നേരം ഇരിക്കാനുള്ള ഇംപേഷ്യൻസിനെയാണ് ആ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇംപേഷ്യൻസ് ഉള്ളപ്പോ നമ്മൾ ചിലപ്പോ വൈഫ് ഈ പറഞ്ഞ പോലെ വളരെ പേഷ്യന്റ് ആയിട്ട് പതുക്കെ സ്ലോ മൂവിങ് ആയിട്ടുള്ള പെർഫെക്ഷൻ ഉള്ളവർക്ക് വളരെ സ്ലോ മൂവിങ് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇതിനെ കോംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിന്റെ സ്ട്രാറ്റജിക്കൽ കാര്യങ്ങളിലേക്ക് നീങ്ങി അത് ഓക്കെ ആവും. അതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പൊ രണ്ടുപേരുടെ സ്വഭാവം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ അതുപോലെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിലർ ഓഡിറ്ററി ഹൈ ആണ്, ചിലർ ഒബ്സർവേഷൻ, ഇബാദക്ക് ഒബ്സർവേഷൻ ആണ്. ഞാൻ ഓഡിറ്ററി ആണ്. ഓക്കെ, അപ്പൊ ഈ ഓഡിറ്ററി ആയിട്ടുള്ള ഒരാളും വൈഫും ഹസ്ബൻഡും ആണെങ്കിൽ, ഇപ്പൊ ഞാൻ ഓഡിറ്ററി ആണ്, ഞാൻ പറയുന്ന കാര്യങ്ങളിലാണ് എനിക്ക് ആ ലവ് റെസ്പോൺസ് കിട്ടുക. എനിക്ക് കേൾക്കണം, ഐ ലവ് യു എന്ന് എന്നോട് പറയുമ്പോഴാണ് എനിക്ക് ആ ഒരു ഫീൽ വരിക, ലൈക്ക് ഓക്കെ, എനിക്ക് ആ ട്രസ്റ്റ് വരിക. പക്ഷെ അതേ സമയത്ത് ഒബ്സർവേഷൻ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് സ്നേഹത്തോടൊരു കാപ്പി ഉണ്ടാക്കി ചിരിച്ച മുഖത്തിൽ തരുമ്പോഴാണ് ആ ഒബ്സർവേഷനിൽ ആ ലവ് ലാംഗ്വേജ് മനസ്സിലാവുക. അല്ലാണ്ട് നമ്മളോട് ഐ ലവ് യു കാര്യമില്ല. നമുക്ക് സ്നേഹത്തോട് ഇത് കഴിക്കൂ നിങ്ങൾ. അതേസമയം കൈനസ്തെറ്റിക് ആയിട്ടുള്ള ആളാണെങ്കിൽ അതിന്റെ കൂടെ ഒരു ടാപ്പോ ടച്ചും കൂടി ഉണ്ടാവുമ്പോഴാണ് അവർക്ക് ആ ലവ് ലാംഗ്വേജ് ഫീൽ ചെയ്യുക. അപ്പൊ ഓരോരുത്തരുടെയും ലവ് ലാംഗ്വേജ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ മേ ബി ഈ ഒരു നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ഒരു ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ച് എന്നാൽ അവർക്ക് തമ്മിൽ ഇഷ്ടമാണ് പോകുന്നത്, അപ്പോൾ അവർക്ക് സൊല്യൂഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് അവർ നമുക്ക് കൗൺസിൽ ചെയ്യാൻ സാധിക്കും, അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അയ്യോ, ഇഷ്ടംപോലെ എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനത്തെ. അതിനകത്ത് ഈ റീസെന്റ് വന്നാണ്, എബ്രോഡുള്ള കപ്പിളാണ്. അപ്പൊ വൈഫ് നേഴ്സാണ്, ഹസ്ബൻഡ് അവിടെ തന്നെ ഒരു IT ഫേമിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അവര് വന്നപ്പോ എന്താ വെച്ചാൽ വൈഫിന്റെ മേജർ പരാതി ഹസ്ബൻഡ് ഓപ്പൺലി സംസാരിക്കില്ല എന്നുള്ളതാണ്. ഇമോഷണലി ഒരു റെസ്പോൺസ് കൊടുക്കുന്നില്ല, റെസിപ്രോക്കേഷൻ നടക്കുന്നില്ല, അതാണ് അവരുടെ പരാതി. അപ്പൊ എടുത്തു കഴിഞ്ഞപ്പോ പുള്ളിയുടെ പേഴ്സണാലിറ്റി ട്രേറ്റ് തന്നെ അങ്ങനെയാണ്. പുള്ളി വളരെ നിഗൂഢമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ള മനുഷ്യനാണ്. അപ്പൊ പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ പുള്ളിക്ക് ഒരു പരിധി വിട്ടിട്ട് ഓപ്പൺ അപ്പ് ആവാനും ഭയങ്കരമായിട്ട് സംസാരിക്കാനും ഡിപ്പെൻഡൻസി കൊടുക്കാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഇത് നമ്മൾ വൈഫിനെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതേ സമയത്ത് വൈഫിന് വേണ്ട നീഡ് എന്താണെന്നുള്ളത്, അവരുടെ പേഴ്സണാലിറ്റി അനുസരിച്ചുള്ള നീഡ് എന്താണെന്നുള്ളതും ഇദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇവര് രണ്ടുപേരുടെ ലവ് ലാംഗ്വേജ് എന്താണെന്നുള്ളതും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ഇഷ്യൂസ് ഒരുവിധം സോർട്ട് ഔട്ട് ആയി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായല്ലോ. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ജഡ്ജ്മെന്റ് വെക്കുകയാണ്, ഇയാൾക്ക് എന്നെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഇന്ന കാരണങ്ങളും ഉണ്ട് ഇയാൾക്ക് എന്നെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ എന്തോ ഒരു അകൽച്ചയുണ്ട്,
അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് കുട്ടികളായപ്പോൾ എനിക്കിപ്പോൾ ഭംഗിയില്ലാന്ന് തോന്നുന്നുണ്ടാവും. എന്തെങ്കിലും നമ്മൾ തന്നെ ഇരുന്ന് കുക്കപ്പ് ചെയ്യാണ് ഉള്ളിൽ. ഇതിന് പകരം എക്സാക്ട് റീസൺ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ. അതായത് എന്താണ് യഥാർത്ഥ മനുഷ്യനെന്നും അയാളെ ഈ രൂപത്തിലാണെന്നും മറ്റയാൾ അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ തീർച്ചയായിട്ടും സൊല്യൂഷൻ. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് കൂടുതലും അഡ്വൈസ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു കുട്ടിയുടെ കരിയർ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഒരു പാരൻസിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അവർ ഈ ഒരു ബ്രെയിൻ മാപ്പിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏതാണ് അവരുടെ ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെന്നാണ്. റിനുവിൻ്റെ ഒരു അഡ്വൈസ് അനുസരിച്ച് നമ്മൾ സ്കൂളുകളിൽ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതല്ലേ? വളരെ അത്യാവശ്യമാണ്. അല്ലേ? ഞങ്ങളിവിടെ 2-3 സ്കൂൾസിൽ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് മാത്രമായിട്ടല്ല, ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് അതിൻ്റെ കൗൺസിലിംഗ് ഉണ്ടാവും. അത് കൂടാണ്ട് പാരൻസിനൊരു സെഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. ADHD ഉള്ള ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ഇവരെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ബുദ്ധിമുട്ടുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും, പാരൻസ് ഉണ്ടാവും. പല രീതിയിലുള്ള പേഴ്സണാലിറ്റി ഉള്ള കുട്ടികളാണ് അല്ലേ? അപ്പോൾ ഈ പാരൻസിന് അവരുടെ ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു സെഷൻ കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ടീച്ചേഴ്സിന് കൊടുക്കും. ഇത് കൂടാതെ കുട്ടികൾക്കും കൊടുക്കും. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു പാക്കേജായിട്ട് സ്കൂൾസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കുട്ടിയുടെയും ഇഷ്യൂസും ഡീൽ ചെയ്യാൻ പാകത്തിനുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മളത് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ എഫക്റ്റീവാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൂട്ടത്തിൽ ഒരു കുസൃതിക്കാരനുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു ബ്രെയിൻ മാപ്പിങ്ങിൻ്റെ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവൻ ഏത് സ്വഭാവക്കാരനാണ്, അവൻ ഏത് രൂപത്തിൽ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും എന്നർത്ഥം അല്ലേ? അങ്ങനെ നമ്മൾ സ്കൂളുകളുമായിട്ട് അസോസിയേറ്റ് പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം എൻ്റെ മോള് ആള് 3ാം ക്ലാസ്സിലാണ് ഇപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ആൾക്ക് ഈ പടം വര അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. ആളുടെ ബ്രെയിൻ മാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് പ്രൊസീജിയറായിട്ട് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ അതിനകത്ത് ആ കുട്ടിയുടെ സ്കില്ല് ഇപ്പം ഫൈൻ മോട്ടോ സ്കിൽസ് ഒക്കെ വളരെ ആക്റ്റീവാണ്, പെയിൻറ്റിങ് ഇതൊക്കെ ആക്റ്റീവ് ആണെന്നാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്കായിരിക്കും കൊടുക്കുക കൂടുതൽ ചെയ്യുന്നത്. അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്ന് പാരൻസ് ഓക്കെ ആ ഒരു സ്കില്ല് വെച്ചിട്ടുള്ള അവരുടെ ഏറ്റവും നല്ല രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷൻസ് ഏതൊക്കെയാണ്, അതിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഏത് രീതിയിൽ അതിലേക്ക് പോവാം, ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസ് ഏതാണ്, ഏറ്റവും പ്ലേസ്മെന്റ് ഉള്ളത് ഏതാണ്, ഇതെല്ലാം നമ്മൾ അതിൽ പറയുന്നതായിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നത് റിനു ഇപ്പോൾ ഐ തിങ്ക് ഒരു 4 to 6 years ആയിട്ട് ഫുൾ ടൈം ഈ ഒരു കരിയറിലുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഇതേപോലെ ബ്രെയിൻ മാപ്പിംഗ് ചെയ്ത് നിങ്ങൾ പറഞ്ഞ പാത്തിലൂടെ ഒരു കുട്ടി പോയി അവരെ പിന്നീട് കാണാൻ എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയട്ടെ. നമുക്ക് എത്രയോ ഗിഫ്റ്റുകളാണ് അങ്ങനെ വരണേ അറിയോ? നമുക്ക് ഈ ഇടയ്ക്ക് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു 36 year ഉള്ള ലേഡിയാണ്. അവരിതുപോലെ കരിയർ സ്വിച്ച് ചെയ്തു. 1 year ബാക്കാണ് സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 year ബാക്കാണ് നമ്മുടെ അടുത്ത് ടെസ്റ്റ് എടുത്ത് സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഈ 36 years ആയിട്ട് എൻ്റെ കൂടെയാണോ ഉണ്ടായിരുന്നത് എന്നാണ് നമ്മുടെ അമൃത മാമിന്റെ അടുത്ത് ചോദിച്ചത്. അതുപോലെ തന്നെ കുട്ടികളും ഇപ്പം ഒരു MBBSന് ഇവിടെയല്ല എബ്രോഡ് അഡ്മിഷൻ എടുത്ത് പേയ്മെന്റ് കൊടുത്ത് അഡ്മിഷൻ എടുത്ത് 2nd year ആയിട്ട് ഇവന് എക്സാം പാസ്സാകാൻ പറ്റുന്നില്ല. അവൻ ഒരു രീതിയിൽ MBBS താല്പര്യമില്ല. പാരൻസ് ഡോക്ടേഴ്സ് ആയതുകൊണ്ട് അവനെ MBBS വിട്ടതാണ്. പാരൻസിന്റെ അണ്ടർ കമ്പൽഷനിൽ പോയതാണ്. പുള്ളി അവിടെ പോയിട്ട് പുള്ളിക്ക് ഡിസ്ക്രിമിനേഷൻ കൂടെ ഫേസ് ചെയ്ത് പുള്ളി വയ്യാണ്ടായിട്ട് തിരിച്ചു വന്നു. ഇവിടെ വന്ന് പുള്ളിക്കാരൻ MBA പ്രൊഫഷനിലേക്ക്, അതായത് BBA എടുത്ത് ആ രീതിയിലേക്ക് മാറാനായിട്ട് ചൂസ് ചെയ്തു. വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാണ്, വളരെ ഹാപ്പിയാണ്, പാരൻസും ഹാപ്പിയാണ്. കാരണം ക്ലാസ്സിൽ ഏറ്റവും നല്ല രീതിയിൽ അവന് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ആക്ച്വലി അവൻ ആ ടെസ്റ്റിലൂടെ കടന്നുപോയി അവനെ നമുക്ക് ഏതാണ് അവൻ്റെ കരിയർ അത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ചെറിയ കുട്ടികൾ പഠിക്കാതിരിക്കുമ്പോൾ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ കുട്ടികൾ നമ്മൾ പറയുന്ന ലേണിംഗ് സ്റ്റൈല് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പഠിക്കാനിരിക്കുകയും റെസ്പോണ്ട് ചെയ്യുകയും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒത്തിരി കേസസ് ഉണ്ട്. ഇപ്പോൾ റിനു പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞാൽ കുട്ടികൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പുറകിലേക്ക് പോകുമ്പോൾ അവനെ വെറുതെ കമ്പൽ ചെയ്തുകൊണ്ട് അവനെ ഉപദ്രവിച്ച് ഹൈ പ്രഷർ കൊടുക്കുന്നതിനേക്കാൾ ഉപരി അവൻ ഏതാണ് അവൻ്റെ കഴിവ് എന്ന് അവൻ്റെ റീസൺ ഉണ്ടാവും. അവന് മടി കാണിക്കുന്നതിലും പഠിക്കാൻ ഇരിക്കുന്നില്ലാത്തതിനും ഒക്കെ എന്തെങ്കിലും റീസൺ ഉണ്ടാവും. ആ റീസണെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്.
ആ റീസൺ ഐഡന്റിഫൈ ചെയ്യാതെ വെറുതെ നമ്മൾ കമ്പൽ ചെയ്ത് അടിച്ചും ഇരുത്തിയും വഴക്ക് പറഞ്ഞും എല്ലാവരും എനർജിയും പോവല്ലേ. ഇപ്പൊ അമ്മയാണ് പഠിക്കാൻ ഇരുത്തുന്നെങ്കിൽ അമ്മയുടെ എനർജി ഫുൾ പോകുന്നുണ്ട്. അമ്മയ്ക്ക് വയ്യാണ്ടാവാണ്, ദേഷ്യം പിടിക്കണ്ടാവും. ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ അവരും അവിടെ ഇരുന്ന് പറയണ്ടാവും, ഇങ്ങനെ വഴക്ക് പറയണ്ടെന്ന് പറയുന്നുണ്ടാവും അല്ലേ. അപ്പൊ അതിനൊക്കെ ഭേദം അതിന്റെ എക്സാക്ട് റീസൺ ഐഡന്റിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാനും റിനുവും തമ്മിലുള്ള സൗഹൃദം സ്റ്റാർട്ട് അറൗണ്ട് ഒരു 4 years ആകുന്നു അതിലേക്ക് വരാം. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളെപ്പോഴും ഭയങ്കര പ്ലസന്റ് ആണ്, ഹാപ്പിയാണ്. അപ്പോൾ ഏതൊരു മനുഷ്യനും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും ആഗ്രഹം അല്ലേ. ഒരു മനുഷ്യൻ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്രാക്ടീസാണ് ലൈഫിൽ കൊണ്ടുവരേണ്ടത്? ഓക്കെ, അല്ല അതില് ഞാനൊരു ചെറിയ തിരുത്തു പറയാം. ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ആളല്ല, അത് പറയരുത്. കാരണം എന്താ വെച്ചാല് അത് പറഞ്ഞാൽ വളരെ പോസിറ്റീവാണ്. തീർച്ചയായിട്ടും എന്റെ മെജോറിറ്റി സമയം പോസിറ്റീവായിട്ട് ഇരിക്കാൻ വളരെയധികം ശ്രമിക്കുന്ന ആളാണ് ഞാൻ. കാരണം എന്താന്ന് വെച്ചാൽ ലൈഫിന്റെ മീനിങ് തിരിച്ചറിയുമ്പോഴാണ്. കാരണം നാളെ മരണത്തെ എപ്പോഴും സ്നേഹിക്കണം എന്ന് എന്നോട് എന്റെ മെന്റേഴ്സ് പറയും. മരണത്തെ സ്നേഹിക്കണം. കാരണം എന്താ അറിയോ, നമുക്ക് നാളെ രാവിലെയും കൂടി ഉള്ളൂ ലൈഫ് എന്ന് വെച്ചോ. നമ്മള് ഇപ്പൊ ഇനി ഒരു 5-8 മണിക്കൂറോ 10 മണിക്കൂറോ ഉള്ളൂ. എന്തിനാ ആലോചിച്ചിട്ട് എന്ത് വറീഡായിട്ടാണ് നമ്മൾ ഈ 8 to 10 hours കളയണ്ടേ അല്ലേ? ആ ഉള്ള അവേഴ്സിനെ നമുക്ക് ഹാപ്പി ആയിട്ട് എടുത്തൂടെ അല്ലേ? അപ്പൊ നമ്മുടെ വിചാരം നമ്മൾ ഇപ്പോ 30 years ആയിട്ടുള്ളൂ അല്ലെങ്കിൽ 40 years ആയിട്ടുള്ളൂ, ഇനി എനിക്ക് 10-20 വർഷമുണ്ട് എന്നുള്ള ഒരു ഇല്യൂഷനിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ ഹാപ്പി ആവാം, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുക. അങ്ങനെ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല, അത് പ്രൊലോങ് ചെയ്ത് പോവുകയുള്ളൂ. അതാണ് ഏറ്റവും ഒരു ഇഡിയോട്ടിക് ആയിട്ടുള്ള നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ കിടക്കുന്ന ഒരു കാര്യം. അതൊന്ന്. ഇത് കൂടാതെ മനുഷ്യൻ ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ അവനൊരു 5 കാര്യങ്ങളിൽ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. അതിലൊന്ന് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം. മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിറ്റേഷനോ കാര്യങ്ങളോ ചെയ്യണം. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ റിലേഷൻഷിപ്സ്, നമുക്ക് നല്ല ക്വാളിറ്റി ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവണം. പല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവണം. അതായത് ഇപ്പം നമ്മുടെ ഫാമിലിയിലുള്ള സൗഹൃദങ്ങൾ, കസിൻസ് ആയിട്ടുള്ളവരുണ്ടാവും, നമ്മുടെ ഇമ്മീഡിയറ്റ് നമ്മുടെ വൈഫ്, കുട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൂടെ അതിലൊരു ക്വാളിറ്റി ടൈം കൊടുക്കാൻ നമുക്ക് പറ്റണം. അല്ലാതെ നമ്മുടെ പ്രൊഫഷണലി നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾസ് ഉണ്ടാവണം, അതിലൊരു ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റണം. നമ്മൾക്ക് പോസിറ്റിവിറ്റി തരുന്ന ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവണം. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്കിൽസ് ഉണ്ട്. ഒരു മനുഷ്യന്റെ ബ്രെയിനിന് ലിമിറ്റ് ഇല്ല എന്നാ പറയാ. ആ ഒരു ലിമിറ്റിന്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്ന എപ്പോഴാ, നമ്മുടെ സ്കിൽസിനെ പോളിഷ് ചെയ്യുമ്പോൾ, നമ്മൾ അതിനെ മാക്സിമം ബെനിഫിഷ്യൽ ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഞാൻ കൊള്ളാം എന്നൊരു തോന്നൽ നമുക്ക് വരുന്നത്. അതിനെ ഉപയോഗിക്കാതെ നമ്മൾ കംഫർട്ട് സോണിൽ മടി പിടിച്ചിരിക്കും തോറും നമുക്ക് നമ്മളെ പറ്റി മോശം ഫീൽ ഉണ്ടാവുള്ളൂ. പുറത്താരും ഒന്നും പറയുന്നുണ്ടാവില്ല, പക്ഷെ നമുക്ക് നമ്മളെ പറ്റി ഒരു മോശം ഫീൽ ഉണ്ടാവും. ആ മോശം ഫീൽ ഒരിക്കലും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല അല്ലേ. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റണം, കോൺട്രിബ്യൂഷൻ ചെറിയ രീതിയിൽ. കോൺട്രിബ്യൂഷൻ എന്ന് പറയണതിന്റെ ഒരു ചെറിയ, അപ്പൊ ആൾക്കാർ ചിന്തിക്കുക എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അല്ല, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഏറ്റവും ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു, ഇപ്പൊ ഞാൻ ഇബാദക്കയോട് പറയാണ്, ഇബാദക്ക ആക്ച്വലി ഇബാദക്കയുടെ കണ്ണ് വളരെ പവർഫുൾ ആണ്. വളരെ ഒന്ന് പറയുമ്പോ ഇബാദക്ക് സന്തോഷം കിട്ടോ സങ്കടം കിട്ടോ? സന്തോഷം കിട്ടും. അപ്പൊ സന്തോഷം ഫീൽ ചെയ്യും അല്ലേ. നമ്മൾ ഒരാളെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോഴും നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അടിപൊളിയാണെന്ന് പറഞ്ഞേക്കാം. അതെ, അത് നമ്മള് വെറുതെ പറയരുത്, ബ്ലണ്ടർ ആയിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന പോലെ വളരെ ഡീപ്പറായിട്ട് നമുക്ക് സെൻസ് ചെയ്തൊരു കാര്യം. ഒരാളുടെ ചിരി കാണുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുമ്പോൾ ആ കോംപ്ലിമെന്റ് കൊടുക്കുന്ന ആൾക്ക് കിട്ടുന്ന ആളെക്കാളും ഹാപ്പിനെസ് ഉണ്ടാവും. ഹാപ്പിനെസ് ഉണ്ട്. മറ്റുള്ളവർക്ക് ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഓട്ടോമാറ്റിക്കലി ഈ ഒരു 5 കാര്യങ്ങൾ നോക്കിയാൽ വളരെ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടികൾക്കൊരു മെൻ്റലി എന്തെങ്കിലും ഒരു സ്ട്രെസ് വരികയോ ഒരു ഡിപ്രഷൻ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ആസ് എ പാരൻറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം നിങ്ങൾ കുറേ ആൾക്കാരെ കൗൺസിൽ ചെയ്യുന്നു, കുറേ ആൾക്കാരെ എന്താ പറയുക ഈ ബ്രെയിൻ മാപ്പിംഗ് ചെയ്യുന്ന രൂപത്തിൽ, അങ്ങനെയൊക്കെ ഒരു പാരൻസിന് എന്ത് അഡ്വൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഒരു കുട്ടിയുടെ വീക്ക്നെസ് സൈഡ് എന്താണെന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കുക. ഇപ്പൊ അവന് അധികം സോഷ്യലി ഇന്ററാക്ട് ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ അതിന്റെ റീസൺ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഇൻ കേസ് പറ്റുന്നില്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് മേടിക്കുക.
എന്തുകൊണ്ട് അവന് പേടി വരുന്നു, സോഷ്യൽ ആങ്സൈറ്റി എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിന്റെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് മേടിക്കുക എന്നുള്ളതാണ്. വീക്ക്നെസ്സസ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നതിന്റെ ഒപ്പം തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മനുഷ്യന്റെ വീക്ക്നെസ് സൈഡ് എന്താണെന്നുള്ള ഐഡന്റിഫൈ മനസ്സിലാക്കുക. അത് ഐഡന്റിഫൈ ചെയ്താൽ പാരന്റ്സിന് തന്നെ അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ അതിനൊരു പ്രൊഫഷണൽ ഹെൽപ്പ് മേടിക്കാനെങ്കിലുള്ള ഒരു മൈൻഡ് ഉണ്ടാവണം. അതായത് ഇപ്പം നമ്മുടെ കുട്ടിയുടെ ഡിപ്രഷനും അല്ലെങ്കിൽ അവൻ്റെ സിറ്റുവേഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലി ഹെൽപ്പ് വാങ്ങിക്കണം. അത് പാരന്റ് ആണോ വാങ്ങിക്കേണ്ടത്, കുട്ടിയാണോ വാങ്ങിക്കേണ്ടത്? രണ്ടുപേരും വാങ്ങിക്കണം. ഒരു ഏജ് എത്തുന്നവരെ രണ്ടുപേർക്കും ഇതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കുട്ടിയുടെ ഒരു കാര്യങ്ങളിൽ ഉറപ്പായിട്ടും പാരന്റ്സിനുള്ള റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. നമ്മളിപ്പോ ഒരു ജലദോഷം വന്നു, ഒരു മോനോ മോൾക്കോ ജലദോഷം വന്നു, ഒരാഴ്ച കഴിഞ്ഞു മാറുന്നില്ല, നമ്മൾ ഉറപ്പായിട്ടും ഡോക്ടറെ കാണില്ലേ? സെയിം വേ അവനൊരു മൂഡ് സ്വിംഗ് ഉണ്ട്, അല്ലെങ്കിൽ വളരെയധികം ദേഷ്യപ്പെടുന്നു, ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്നു, അത് നമ്മൾ പറഞ്ഞു, തിരുത്താൻ ശ്രമിച്ചു, സ്നേഹത്തിൽ പറഞ്ഞു, അടിച്ചു പറഞ്ഞു, പല രീതിയിൽ പറഞ്ഞിട്ട് മാറുന്നില്ലെന്നാണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ പ്രൊഫഷണൽ ഹെൽപ്പ് മേടിക്കണം എന്നുള്ള അലാം തന്നെയാണത് കിട്ടുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഉണ്ടല്ലോ, ഒരുപാട് ഫ്രീ ആണ്, എന്തിനേയും അവർക്ക് ഭയമില്ല. ആ ഒരു ജനറേഷന് റിനു എങ്ങനെയാണ് നോക്കിക്കാണാൻ? എല്ലാത്തിലും അതിന്റെ ഗുഡ് സൈഡും ഉണ്ട്, ബാഡ് സൈഡും ഉണ്ട്. ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾ കുറച്ചും കൂടെ എന്താ പറയാ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കാര്യങ്ങളെ തിരിച്ചറിയാനും, ലൈഫിലെ പല കാര്യങ്ങൾ തിരിച്ചറിയാനും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് യൂത്ത്. ഈ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസ് എവിടെ നിർത്തണം എന്നുള്ളതിലാണ് അവർക്ക് ഒരു കൺഫ്യൂഷനും അറിവില്ലായ്മയും. എക്സ്പ്ലോർ ചെയ്യുന്നതിൽ തെറ്റില്ല. പുതിയ കാര്യങ്ങളാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ട്രാവൽ ആണെങ്കിലും പല കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിലാണെങ്കിലും തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ ബാലൻസും ഹെൽത്തി സൈഡിന്റെ ലിമിറ്റ് എവിടെ വെക്കണം? എന്തിനും ഒരു ബാരിയർ ഉണ്ട്, എന്തിനും ഒരു ത്രെഡ് ലൈൻ ഉണ്ട്. എന്തിനും നമ്മൾ പറയില്ല അമിതമായ എന്തും വിഷം തന്നെയാണ്. അപ്പോൾ എന്തിനൊരു ത്രെഡ് ലൈൻ ഉണ്ട്. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് പോകുന്ന ടീനേജിലുള്ള കുട്ടികളാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ 5 വിരലിലെയോ 10 വിരലിലെയോ ഒരു കാര്യമാണ്. അത് തന്നെ ജീവിതമാണ്. ഇവനില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവളില്ലെങ്കിൽ എൻ്റെ ലൈഫേ തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ അവിടെ ലൈഫ് പോയില്ലേ? മെന്റൽ ഹെൽത്ത് പോയി, ഫിസിക്കൽ ഹെൽത്ത് പോയി, പിന്നെ എന്തെങ്കിലും സബ്സ്റ്റൻസസ് യൂസ് ചെയ്യാൻ തുടങ്ങും. മൊത്തത്തില് ലൈഫ്, പിന്നെ ചുറ്റുമുള്ള ഒരാളും ഇമ്പോർട്ടന്റ് അല്ല, പാരന്റ്സ് പോലും ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ റിനു പറയണത് എല്ലാം വേണം, ഒരു അതിർത്തിക്കപ്പുറം ഇത് കടക്കരുത് എന്നുള്ള. തീർച്ചയായിട്ടും ഞാനൊക്കെ ഈ ഒരു ഡിപ്രഷൻ എന്ന ഒരു വേർഡ് കേൾക്കാൻ തുടങ്ങി വളരെ റീസെൻ്റായിട്ടുള്ള സിറ്റുവേഷനിലാണ്. ഡിപ്രഷൻ വന്നു, അവൻ ആത്മഹത്യ ചെയ്തു. അല്ലെങ്കിൽ ഡിപ്രഷൻ സ്കൂളുകളിൽ റാഗിങ് വന്നു, അവൻ ആത്മഹത്യ ചെയ്തു. അങ്ങനെയൊക്കെ ഒരുപാട് വേർഡ് നമ്മളിപ്പോഴാണ് കേൾക്കാനായിട്ടുള്ളത് അല്ലേ. പക്ഷെ ഇതിനൊന്നും ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അത് എന്തുകൊണ്ടായിരിക്കും? അത് പാരൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാത്തത് കൊണ്ടാണോ? ഇവൻ ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും? എന്താണ് റിനുവിൻ്റെ ഒരു നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ് അതിനെ? ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമല്ല. അല്ല കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ദുഃഖം വന്നു, ഒരാള് നമ്മളെ വഴക്ക് പറഞ്ഞു, നമുക്ക് വിഷമമുണ്ടായി. ആ വിഷമം നാളെ മാറണം, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ അത് മാറണം. ഇത് മാറാണ്ട് ആ ഒരു ഇൻസിഡന്റിൽ പിടിച്ചു കിടക്കുന്നത് അവന്റെ ബ്രെയിൻ കെമിക്കൽസിന്റെ ചേഞ്ചസ് ആണ്. അതുമാണ് ബ്രെയിനിലാണ് അവന് പ്രശ്നം കിടക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും അതിന് പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കാൻ അവന് സംസാരിക്കാൻ പറ്റണം. ഇൻ കേസ് അങ്ങനെ സംസാരിക്കാത്ത കുട്ടികളാണെങ്കിൽ പാരൻസ്, ടീച്ചേഴ്സ്, ഇവരുടെ എല്ലാവരുടെയും അറ്റൻഷൻ കുട്ടികളിൽ ഉണ്ടാവണം. എന്ത് മാറ്റം വരുന്നു, എന്തുകൊണ്ട് ആ മാറ്റം വരുന്നു, അത് പ്രൊലോങ് ചെയ്ത് പോകുന്നുണ്ടോ, അവിടുത്തെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണോ, ഇതൊക്കെ ഒരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ള കുട്ടിക്ക് പറയാനോ തിരിച്ചറിയാനോ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും സർവൈലൻസിൽ പാരൻസും ടീച്ചേഴ്സും വേണ്ടേ? തീർച്ചയായിട്ടും വേണ്ട. ഇപ്പോൾ ഒരു 18-20 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഓക്കെ, നമുക്ക് വിടാന്ന് വിചാരിക്കാം. വിടാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയാണ്, ചെറിയ കുട്ടികളിൽ എന്തുകൊണ്ട് ടീച്ചേഴ്സിന് അത് പറ്റുന്നില്ല, എന്തുകൊണ്ട് പാരൻസിന് പറ്റുന്നില്ല? ഒരു 20 years പ്രൊജക്റ്റാണ് പാരന്റിങ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിനുവിൻ്റെ ടോക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഈ ബ്രെയിൻ മാപ്പിങ്ങിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, കുട്ടികൾക്ക് ഇത് ഓക്കെയാണ്, അവരുടെ കരിയർ ആദ്യം 4 years മുതലാണെങ്കിൽ അവരെ ഏത് കരിയറിലേക്ക് നമുക്കവരെ
പറഞ്ഞു വിടാമെന്ന് ആഗ്രഹിക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഒരു ഫാമിലി ആയിട്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനും മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ബ്രെയിൻ എന്താണ്, എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കും. ഒരു കരിയറിൽ പോയി ഒരു കരിയർ ഒന്നുകൊണ്ടും സക്സസ് ആകാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവന് വീണ്ടും അതിൻ്റെ ഒരു ഇതുണ്ടാകും. ഐ മീൻ നെക്സ്റ്റ് ലെവലിലേക്ക് പോകേണ്ട കാര്യം. ഇതിനൊരു ഏജ് ബാരിയേഴ്സ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നിർവാണ ലൈഫ് പാത്തിൻ്റെ കൂടെ നമ്മളും ഒരു ജേണി ആരംഭിച്ച് ഒരുപാട് നാളായി. എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് റിനുവിന് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻഷനാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ലൈഫിലൊരു നല്ലൊരു പാത്ത് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും വിഷയം ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇനി ഇരിക്കണം. തീർച്ചയായിട്ടും ഇരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.